ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്ത റവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവ് ലിയോ 14 പാപ്പയിൽ നിന്ന് പാലിയം സ്വീകരിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന തിരുക്കർമ്മങ്ങളുടെ മധ്യയാണ് ചടങ്ങ് നടന്നത്. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, കോഴിക്കോട് അതിരൂപതയിലെ വൈദിക പ്രതിനിധികൾ തുടങ്ങിയവർ പാലിയം സ്വീകരണ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പാപ്പയുമായുള്ള ഐക്യത്തിന്റെയും അതിരൂപതയിലെ വിശ്വാസികളെ ആത്മീയമായി നയിക്കാൻ സഭ നൽകിയിരിക്കുന്ന അധികാരത്തിന്റെയും അടയാളമാണ് പാലിയം. സിറിയയിലെ ദമാസ്കസിൽ 30ഓളം ക്രൈസ്തവരുടെ ജീവനെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ രാജ്യത്തെ ക്രൈസ്തവരുടെ ദയനീയ അവസ്ഥ വിവരിച്ച് പ്രാദേശിക വൈദികന്റെ വെളിപ്പെടുത്തൽ. ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്നു. സഹായത്തിന് പകരം രക്ഷപ്പെടുവാൻ സഹായിക്കണമെന്ന് ആളുകൾ തങ്ങളോട് പറയാറുണ്ടെന്നും സിറിയയിലെ ഫ്രാൻസിസ്കൻ വൈദികൻ എ ടു ദി ചർച്ച് ഇൻ നീഡിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപതയിലെ അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ജൂലൈ 3 ഇടവക മധ്യസ്ഥനും ഭാരത അപ്പസ്തോലനുമായ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളിന്റെ ഭാഗമായി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് തെളിയിച്ച ദീപശിഖയ്ക്ക് ജൂൺ 29 ഞായറാഴ്ച സ്വീകരണം നൽകി. തിരുനാൾ കൊടിയേറ്റം, പ്രസുതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് സീറോ മലബാർ സഭ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. വികാരി റവറൻ ഫാദർ ജോസ് അരിക്കാട്ട്, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ റിജോ എടത്തുരുത്തിക്കര എന്നിവർ നേതൃത്വം നൽകി. AD 300 സ്ഥാപിതവും ഭാരതത്തിലെ 10ാമത്തെ ക്രൈസ്തവ ദേവാലയവുമാണ് സെന്റ് തോമസ് ഫൊറോന പള്ളി. പൂക്കളാൽ പരവതാനി വിരിച്ച് വത്തിക്കാൻ സ്ക്വയറിലേക്കുള്ള വഴികൾ. വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിലാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള വഴികൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചത്. ഇറ്റലിയിലെമ്പാടുമുള്ള കലാകാരന്മാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ഈ പൂക്കൾ പരവതാനി നിർമ്മിച്ചത്. 1625 പേപ്പൽ ഫ്ലോറസ്റ്റിന്റെ തലവനായ ബെനഡിക്ടോ ഡെറി ആദ്യമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കുള്ള പ്രവേശന കവാടം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കാലം മുതൽ നിലനിൽക്കുന്ന പാരമ്പര്യമാണിത്. കർത്താവ് പൂർണ്ണതയുള്ള വൈദികരെയല്ല, എളിമയുള്ള ഹൃദയങ്ങളെയാണ് അന്വേഷിക്കുന്നതെന്ന് വൈദികരോട് ലിയോ 14 പാപ്പ. പുരോഹിതരുടെ വിശദീകരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ എല്ലാ വൈദികർക്കുമായി അയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ഓർമ്മപ്പെടുത്തിയത്. ക്രിസ്തുവിന്റെ ഹൃദയം നമ്മെ ഓരോരുത്തരെയും ആശ്ലേഷിക്കുകയും നല്ലയിടേന്റെ പ്രതിച്ഛായയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരു നല്ല ലോകത്തിനായി ദൈവജനത്തിന് വചനവും രക്ഷയുടെ കൂതാശകളും പകരുവാൻ നമുക്ക് കഴിയണമെന്നും പാപ്പ വൈദികർക്ക് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.